ശേഷം ഇപ്പോൾ ഒരു 10 വർഷത്തിനൊക്കെ ഇടയിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിന് പുതിയ അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ നിൽക്കുന്ന കോളേജുകൾ, കറണ്ട് കോളേജുകൾ എല്ലാം ന്യൂലി ആഡഡ് കോളേജിനേക്കാൾ ബെറ്റർ തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ പല ബാച്ചുകളും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഓരോ ബാച്ചുകളും പുതുതായിട്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ന്യൂലി ആഡഡ് ആയിട്ടുള്ള ഈ കോളേജ് അത്ര നല്ല ഓപ്ഷൻ ആവില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് എ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ. കാരണം നിങ്ങളാണ് ആ കോളേജിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഓർമ്മ വേണം. ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നിങ്ങൾക്ക് സീനിയേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അന്തം കിട്ടാനൊന്നും പോകുന്നൊന്നും ഉണ്ടാവില്ല. സോ ഓൾറെഡി ഒരു എന്താ പറയുക, ഒരു കോളേജ് നടത്തി പരിചയമുള്ള മാനേജ്മെന്റ് ആണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് സ്റ്റിൽ യു ആർ ദ ഫസ്റ്റ് ബാച്ച് എന്നുള്ളപ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രം വെച്ചാൽ മതി. മറ്റിപ്പോൾ നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ കോളേജിന്റെ മുകളിൽ ഇതൊരു ഓപ്ഷനായിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ഗീവ് ഇറ്റ് ആസ് എന്താ പറയുക ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ദിസ് ഷുഡ് ബി യുവർ ലാസ്റ്റ് ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷനായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്.